വെൽക്കം ടു ആസ്ക് IAS ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15th ഡിസംബർ 2021 ന്യൂസുകളാണ്. ഒന്നാമത്തെ ടോപ്പിക് വുമൺ ജഡ്ജസ്, ഇൻഡോ പസഫിക് ആൻഡ് UAPA. അങ്ങനെ 3 ടോപ്പിക്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വുമൺ ജഡ്ജസ് GS പേപ്പർ 1 ഇഷ്യൂസ് റിലേറ്റഡ് ടു വുമണിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് വുമൺ ജഡ്ജസ് എന്ന് പറയുന്നത്. റീസെൻ്റ്ലി ചീഫ് ജസ്റ്റിസ് NV രമണ പ്രോമിസ് ചെയ്തൊരു കാര്യമാണ് സുപ്രീം കോർട്ട് കൊളീജിയത്തിൽ കൂടുതൽ വുമൺ ജഡ്ജസിനെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൊണ്ടുവരുമെന്നുള്ളത്. ഇന്ത്യയുടെ ജുഡീഷ്യറിയിൽ വുമന്റെ സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 71 വർഷമായിട്ടുള്ള ഹിസ്റ്ററി ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതിൽ ആകെ 8 വുമൺ ജഡ്ജസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഫസ്റ്റത്തെ ജഡ്ജ് എന്ന് പറയുന്ന ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. അവർ പോലും 39 വർഷത്തെ ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഒരു ബെഞ്ചിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അതേസമയം സാങ്ഷൻ ചെയ്തിട്ടുള്ള സ്ട്രെങ്ത് ഏകദേശം 1113 ജഡ്ജസ് ആണ് ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും കൂടിയിട്ട് സാങ്ഷൻ ചെയ്തിട്ടുള്ള സ്ട്രെങ്ത്. അതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80 വുമൺ ജഡ്ജസ് മാത്രമാണ് കാണുന്നത്. ഇനി അതേസമയം ഇന്ത്യയിലുള്ള ഹൈക്കോർട്സിന്റെ കേസിൽ 6 ഹൈക്കോർട്ടിൽ ലൈക്ക് മണിപ്പൂർ, മേഘാലയ, പാട്ന, ത്രിപുര, തെലങ്കാന ആൻഡ് ഉത്തരാഖണ്ഡ്, ഇത്രയും ഹൈക്കോർട്സിൽ എന്താണ് ഒരു വുമൺ ജഡ്ജ്, സിറ്റിംഗ് ആയിട്ടുള്ള ഒരു വുമൺ ജഡ്ജ് പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും മനസ്സിലാവുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിലെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ് എന്നാണ്. ഇവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ, ജെൻഡർ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഡൈവേഴ്സിറ്റി കാര്യങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് ആദ്യം നോക്കാം. വുമൺ ജഡ്ജസിനെ ഈ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത്രയും കാര്യം ഹിസ്റ്റോറിക്കലി അവരെ എക്സ്ക്ലൂഡ് ചെയ്തപ്പെട്ടിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നൊരു പോസിറ്റീവ് സ്റ്റെപ്പായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ തീർച്ചയായിട്ടും എന്താണ് ട്രാൻസ്പെറൻറ്റും ഇൻക്ലൂസീവും റെപ്രസെൻറ്റേറ്റീവും ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിയായി മാറും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവരൊരു പ്രസൻസ് മാത്രമല്ല, ആ കോർട്ടിന്റെ തന്നെ ലെജിറ്റിമസിനെ എൻഹാൻസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഈ വുമൺ ജഡ്ജസിന്റെ റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തെ കാര്യം അവരുടെ ഒരു പ്രസൻസ് മാത്രമല്ല, തീർച്ചയായിട്ടും ഒരു കോർട്ടിന്റെ ലെജിറ്റിമസിനെ തന്നെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. പവർഫുൾ ആയിട്ടുള്ള ഒരു സിഗ്നൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറയാം, ലൈക്ക് ഓപ്പണും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നമുക്ക് വിളിച്ച് പറയാൻ പറ്റാവുന്ന ഒരു രീതിയാണ് ഈ വുമൺ ജഡ്ജസിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ജസ്റ്റിസ് മാത്രമല്ല, അതിൻ്റെ ഒരു അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല, അവിടെ ഒരു നല്ല ജസ്റ്റിസ് ക്വാളിറ്റി ഓഫ് ഡിസിഷൻ മേക്കിങ്ങിലും ഇവരെ ഉൾപ്പെടുത്താം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓരോ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് കേസസ് അത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ലോസിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പുതിയ ഐഡിയോളജി കൂടി ഇതിൽ നിന്ന് വരാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിത എക്സ്പീരിയൻസുകളിൽ നിന്നും അവർക്ക് ജുഡീഷ്യൽ ആക്ഷൻസും അല്ലെങ്കിൽ എക്സ്പീരിയൻസും എടുത്തുകൊണ്ട് ഈ പറയുന്ന ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു പേഴ്സ്പെക്റ്റീവ് കൂടി ഈ വുമൺ ജഡ്ജസിന് നൽകാനാവും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് എന്ത് പറയാം, സെക്ഷൽ വയലൻസ് അങ്ങനെയുള്ള കേസുകളിലും ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള അപ്രോച്ച് അല്ലെങ്കിൽ മോർ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള റെപ്രസെൻറ്റേഷനും കൂടി നമുക്കിതിൽ ഉറപ്പുവരുത്താവുന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഈ വുമൺ എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ചാലഞ്ചസ് കൂടി നേരിടുന്നതാണ്. അതിലെ ഒരു മേജർ ബാരിയർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ജഡ്ജുകളായി വുമൺ റിക്രൂട്ട്മെന്റ് നടക്കുന്നതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തന്നെയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്രൈറ്റീരിയയിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രാക്ടീസ് വേണം. 7 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രാക്ടീസ് വേണം. അതും 35 വയസ്സ് മുതൽ 45 വയസ്സിന്റെ ഇടയിലുള്ള ആൾക്കാർക്കുമായിരിക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവരുടെ മാരേജ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് എന്താണ് ആ ഒരു കണ്ടിന്യൂഷൻ കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയും അതുപോലെ തന്നെ ഒരുപാട് പേര് ഡ്രോപ്പ് ഔട്ട് പോവുകയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ പറയുന്ന ജുഡീഷ്യറിലെ വുമന്റെ എൻട്രി കുറഞ്ഞു കാണപ്പെടുന്നത് എന്നുള്ളത് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡോ പസഫിക്. GS പേപ്പർ 2 ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇൻഡോ പസഫിക്. റീസെന്റ് US സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞൊരു കാര്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവരുടെ മിലിറ്ററി അതുപോലെ തന്നെ എക്കണോമിക് റിലേഷൻഷിപ്പ് ഈ ഏഷ്യ റീജിയനിൽ എന്ത് ചെയ്യും, ചൈനയുടെ ഇൻക്രീസിങ് ആയിട്ടുള്ള അസർട്ടീവ്നെസ്സിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡോ പസഫിക് റീജിയനിൽ ഒന്നുകൂടി നന്നായിട്ട് പുഷ് ബാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇൻഡോ പസഫിക്? ഈ ഇൻഡോ പസഫിക്കിന്റെ ഐഡിയ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഈ ചൈനയുടെ ഗ്രോത്തിനെ ഔട്ട്ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ ഔട്ട്ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് സ്പേസ് ആണ് ഇതെന്ന് പറയുന്നത് ഇൻഡോ പസഫിക് എന്ന് പറയുന്നത്. അത് ഇന്ത്യയും പസഫിക് ഓഷ്യൻസിൻ റീജിയനിൽ അവിടെ ആ ഒരു ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്ന ആ ഒരു ഇമേജ്, ആ ഒരു റീജിയനെയാണ് അവർ ഇൻഡോ പസഫിക് എന്നുള്ളത് കൊണ്ട് ജനറലി ഉദ്ദേശിക്കുന്നത്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആ ഒരു റീജിയണൽ സ്റ്റെബിലിറ്റി നിലനിർത്തുക. അതുപോലെ തന്നെ ഈ US
സ്ട്രോങ്ങർ ആയിട്ടുള്ള ടൈസ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോസ്റ്ററിനെ എൻഹാൻസ് ചെയ്യുമെന്നുള്ളതിൽ നമുക്ക് സംശയം വേണ്ട. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ലോങ് ടേം നാഷണൽ ഇൻട്രസ്റ്റ് നോക്കുമ്പോൾ എന്ത് തന്നെയാണ് ഈ ഒരു ഇത്രയും ഗ്രൂപ്പിങ്സ് കാര്യങ്ങൾ വളരെ നല്ലതാണ്. ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ്റെ കേസിൽ ഇപ്പോൾ റീസെൻ്റ്ലി എന്താണ് ഒരുപാട് ഇൻക്രീസിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ചൈന അവരുടെ പ്രസൻസ് ഉറപ്പുവരുത്തുന്നുണ്ട്. അവരുടെ ജിയോ പൊളിറ്റിക്കൽ റീച്ച് ആയാലും അല്ലെങ്കിൽ എന്താണ് ട്രേഡ്, മിലിറ്ററി, ഇത്രയും കാര്യങ്ങളിലൊക്കെ അവർ ഒരുപാട് എഫേർട്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ഈ ഒരു ഇൻഡോ പസഫിക് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇൻഡോ പസഫിക്കിൽ നമ്മൾ ഇത്രയും ഗ്രൂപ്പ്സ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതന്നെ അല്ലെങ്കിൽ അതിൽ ഡിസിഷൻസ് എടുക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് അവിടെ ഒരു ഫ്രീഡം ഓഫ് നാവിഗേഷൻ, അതുപോലെ തന്നെ ഒരു റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ട്രേഡ് എൻവയോൺമെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫ്രീ ആയിട്ടുള്ള ഒരു സീ എയർ ലൈൻസ്, കണക്ടിവിറ്റി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റൂൾസ്, നോംസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ രാജ്യത്തിൻ്റെതായിട്ടുള്ള കുടക്കീഴിൽ വരാതെ എന്താണ് ഈ പറയുന്ന മൊത്തം ഏരിയയിൽ നമുക്ക് അതൊന്നുകൂടി ഒന്ന് കൺസോൾ ചെയ്യാൻ പറ്റും. ഇന്ത്യനെ സംബന്ധിച്ച് ഇൻഡോ പസഫിക് റീജിയൻ്റെ റോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി തന്നെയാണ്. അത് തീർച്ചയായിട്ടും എക്കണോമിക്കലി ഡൈനാമിക് പാർട്സ് ആയിട്ടുള്ള വേൾഡിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്താണ് കുറച്ചുകൂടി അപ്രോച്ചിങ് അല്ലെങ്കിൽ കാര്യങ്ങൾ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു അംബീഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ അഡ്വക്കേറ്റ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് കൺസെപ്റ്റ് ഓഫ് ഇൻഡോ പസഫിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എക്കണോമി നമുക്ക് ആ ഒരു ഓപ്പണിംഗ് വരുന്ന സമയത്ത് ഈ ഇന്ത്യൻ ഓഷ്യനിലുള്ള നൈബേഴ്സും അതുപോലെ തന്നെ മേജർ മാരിടൈം പവേഴ്സ് ഓഫ് ദ വേൾഡുമായിട്ട് നമുക്ക് ഒരുപാട് കൊളാബറേഷൻസ് കൊണ്ടുവരാവുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. GS പേപ്പർ 3 ഇന്റേണൽ സെക്യൂരിറ്റിക്ക് ഉണ്ടാവുന്ന ചലഞ്ചസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടോപ്പിക്കാണ് UAPA. റീസെൻ്റ്ലി യൂണിയൻ ഹോം മിനിസ്ട്രി ലോകസഭയിൽ കൊടുത്ത ഒരു ഇൻഫോർമേഷൻ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം UAPA പ്രകാരം അറസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ 2018 to 2020 കാലഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തതിൽ 57% ആൾക്കാരും 30 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ്. ഉത്തർപ്രദേശാണ് ഇതിൽ ടോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ആ ടോപ്പ് ചെയ്ത് നിൽക്കുന്നതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് 30-ൽ താഴെ ഏറ്റവും കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ്? ഉത്തർപ്രദേശാണ്. ഇനി അവിടെ സ്റ്റേറ്റിൽ ഈ UAPA അല്ലെങ്കിൽ ആന്റി ടെറർ ലോ പ്രകാരം ഈ അവസാന 3 കൊല്ലത്തിൽ പിടിച്ചിട്ടുള്ള ആൾക്കാരുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 70% ഏത് ഗ്രൂപ്പിലുള്ളവരാണ്? ഈ പറഞ്ഞ സബ് 30 ഏജ് ഗ്രൂപ്പിലുള്ളവർ തന്നെയാണ്. എന്താണ് UAPA അല്ലെങ്കിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത്? അൺലോഫുൾ ആക്ടിവിറ്റീസ് അസോസിയേഷൻസ് കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1967 പാസ് ചെയ്ത ഒന്നാണ് UAPA എന്ന് പറയുന്നത്. അതൊരു ആബ്സല്യൂട്ട് പവർ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കുന്നതാണ്. ഒരു ഒഫീഷ്യൽ ഗസറ്റ് കാര്യങ്ങളിൽ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡെത്ത് പെനാൾട്ടി അല്ലെങ്കിൽ ലൈഫ് ഇംപ്രസൺമെന്റ്, ഇത് രണ്ടും ഇതിന്റെ ഹയസ്റ്റ് പണിഷ്മെന്റ് ആണ്. UAPA ഇന്ത്യൻസിനും അതുപോലെ തന്നെ ഫോറിൻ നാഷണൽസിനും ചുമത്താവുന്ന ഒരു ചാർജ് തന്നെയാണ് UAPA എന്ന് പറയുന്നത്. അത് ഈവൻ എന്താണ് ഒരേ ഒഫൻഡേഴ്സ് സെയിം മാനറിൽ ഇന്ത്യയുടെ അകത്ത് ചെയ്താലും ഫോറിൻ ലാൻഡിൽ ചെയ്താലും ഈ പറഞ്ഞ UAPA ചുമത്താവുന്നതാണ്. അതുപോലെ തന്നെ UAPAയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് 180 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ചാർജ് ഷീറ്റ് കാര്യങ്ങൾ കൊടുക്കാം. ഇനി അതിൽ എക്സ്റ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ കോർട്ടിന് ഇൻറ്റിമേറ്റ് ചെയ്തിട്ട് ഫർദർ എക്സ്റ്റൻഷനും അവർക്ക് നൽകാവുന്നതാണ്. 2019 ഇതിൽ ചെറിയ അമെൻമെന്റ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറലിന് ചില പവേഴ്സ് കൂടി കൊടുക്കുകയാണ്. അത് പ്രകാരം പ്രോപ്പർട്ടീസിന്റെ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സീഷർ അവരൊക്കെ എന്താണ് സീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പവർ കൂടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ റാങ്കിന് എബവ് ഉള്ള ആൾക്കാർക്ക് ഇത്തരം കേസസ് ഓഫ് ടെററിസത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉള്ള ഒരു അവകാശം കൂടി കൊടുക്കുന്നുണ്ട്. ഈവൻ DSP അല്ലെങ്കിൽ ACP അത്തരം റാങ്കിലുള്ള ആൾക്കാർ പാരലായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഇവർക്കും കൂടി എന്ത് ചെയ്യാൻ പറ്റും? NIAയുടെ കീഴിലുള്ള ഈ ഇത്തരം പേർക്ക് അത് അന്വേഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലോ പ്രകാരം ഒരു ഇൻഡിവിജ്വലിനെ ടെററിസ്റ്റ് ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യാനും പറ്റും. പല സമയങ്ങളിൽ ഡൽഹി ഹൈക്കോർട്ട് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ് UAPAയുടെ പല ലോസിനെയും കാര്യങ്ങളും വളരെ വേഗാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി സെക്ഷൻ 15, 17 and 18. സെക്ഷൻ 15 ആണ് എന്തെന്ന് പറയുന്നത്? ഒഫൻസ് ഓഫ് ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ടെററിസ്റ്റ് ആക്ട് ആണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 17 ഇതിനു വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ്സ്, എസ്പെഷ്യലി എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടെററിസ്റ്റ് ആക്ടിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ കാര്യങ്ങൾ റേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് സെക്ഷൻ 17 ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള കോൺസ്പിറസി കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 18 പ്രകാരമാണ് അത് ഡീൽ ചെയ്യുന്നത്. ടെററിസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് ഒരിക്കലും ലൈറ്റ്ലി യൂസ് ചെയ്യേണ്ട ഒന്നല്ല. അതിനെ ഒരിക്കലും ട്രിവലൈസ് ചെയ്യരുത് എന്നുള്ളത് കൂടി പല ഒബ്സർവേഷൻസ് വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ഹിതേന്ദ്ര വിഷ്ണു താക്കൂർ കേസിലൊക്കെ ആ അത്തരം കാര്യങ്ങളൊക്കെ
എന്താണ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ടെററിസ്റ്റ് ആക്ടിവിറ്റി ഒരിക്കലും നോർമലി വരുന്ന ഒരു കേസിലല്ല, ഓർഡിനറി പീനൽ ലോക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസിന് ആവശ്യകത വരേണ്ട സമയത്ത് മാത്രമാണ് അതിനെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്നാണ് ആ ഒരു കേസിൽ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ ഇന്ന് 3 ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വുമൺ ജഡ്ജസ്, ഇൻഡോ പസഫിക് ആൻഡ് UAPA. That's all friends. Thank you all of you.